തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞുവെന്ന പരാതിയിൽ പാലക്കാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിയുടെ മൊഴിയെടുക്കാൻ പോലീസ്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസോടെ നോട്ടീസ് കൊടുക്കും. പാലക്കാട് നഗരസഭാ കൗൺസിൽ സിന്ധു രാജൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഷാരിഖ് നവാസ് പാലക്കാട് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു. പറയൂ ഷാരിഖ്, ഗുഡ് മോർണിംഗ്. രമേഷ് പിഷാരടിയെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി വഴിയിൽ തടഞ്ഞു എന്നുള്ളത് വലിയ വിവാദമായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന പ്രദേശത്തേക്ക് കടക്കാൻ പലപ്പോഴും സ്ഥാനാർത്ഥികൾ കഴിയാറില്ല എന്നും ചില കാര്യങ്ങൾ പാലക്കാട് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 3 പേർക്കെതിരെ കേസെടുത്തു എന്നാണ് വിവരം. ആ കേസിൻ്റെ ഭാഗമായിട്ടാണ് പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവരങ്ങളുമായി നമുക്കിപ്പം നമ്മുടെ പ്രതിനിധി ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു. പറയൂ ഷാരിഖ്. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. രമേഷ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ ബി.ജെ.പി. കൗൺസിലർ സിന്ധു രാജൻ, അതുപോലെ തന്നെ അവരുടെ മകൾ, അവരുടെ സഹോദരൻ എന്നിവർക്കെതിരെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഇവർ അന്യായമായി തടഞ്ഞു വെക്കൽ, അത്തരം വകുപ്പുകൾ ചുമത്തിയാണ്, വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇന്നലെയാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഡിവൈഎസ്പിക്കും പാലക്കാട് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർക്കും സംഭവത്തിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഉടനെ തന്നെ കൗൺസിലർ സിന്ധു രാജനെയും അതുപോലെ തന്നെ അവരുടെ കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പേരെയും ഉടനെ ടൗൺ നോർത്ത് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. ഈ കേസിന്റെ ഭാഗമായാണ് യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയായ രമേഷ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്തുക. കാരണം അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ള ഉൾപ്പെടെയുള്ള മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്തുണ്ടായ ഒരു സ്ത്രീയുടെയും അതുപോലെ തന്നെ അവരുടെ തന്നെ അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കാരണം അവരുടെ വീട്ടിലേക്കാണ് രമേഷ് പിഷാരടി വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് വെച്ചാണ് വടക്കന്തറയിൽ വെച്ച് സിന്ധു രാജനും മറ്റു 2 പേരും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ ഏതാനും പ്രവർത്തകർ ചേർന്ന് രമേഷ് പിഷാരടിയെ തടഞ്ഞു വെച്ചത്. വോട്ട് തേടി എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് പെണ്ണുപിടിയന്മാരായ കോൺഗ്രസ്സുകാരെ ഈ വടക്കന്തറ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കില്ല, അവർ വോട്ട് തേടി വരണ്ട എന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ കാട്ടിയാണ് ഇവർ തടഞ്ഞത് എന്നാണ് മൊഴിയിലും അതുപോലെ തന്നെ പോലീസിനെയും അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ രമേഷ് പിഷാരടിയും അതുപോലെ തന്നെ യു.ഡി.എഫ്. പ്രവർത്തകരെയും തടഞ്ഞു വെച്ചത്. ഇതിനെ തുടർന്ന് യു.ഡി.എഫിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് സി ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം ഇതിനെ തുടർന്ന് വാഗ്വാദങ്ങളും മറ്റു പോരുകളൊക്കെ ഉണ്ടായി. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു ഇത് പ്രചാരണ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഇതിനോടകം ഇത് യു.ഡി.എഫിന് അനുകൂലമായി എന്ന തരത്തിലാണ് യു.ഡി.എഫ്. ക്യാമ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ബി.ജെ.പിക്കുള്ളിൽ ഇതിനെ ചൊല്ലി പുകച്ചിലുകളും മറ്റും ഉണ്ട്. കാരണം ഇത് ബി.ജെ.പി. ഈ വിഷയത്തിൽ 2 തട്ടിലായി മാറിയിരിക്കുകയാണ്. കാരണം ഇതൊരു നടക്കാൻ പാടില്ലാത്ത സംഭവമായി മാറി എന്നാണ് ബി.ജെ.പിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു പാർട്ടിക്ക് അത് ഗുണം ചെയ്യും എന്ന് കൂടെ പറയുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ അപലപിച്ചു. കാരണം ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. ബി.ജെ.പി. ഇത്തരത്തിൽ കേരളത്തിൽ അവരെ യു.പി.യെ പോലെ അല്ലെങ്കിൽ മറ്റ് അവരുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പോലെ പെരുമാറുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രിയും അപലപിച്ചതോടെ ഈ വിഷയത്തിൽ ബി.ജെ.പി. ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പാലക്കാട് വിവരങ്ങളുമായി ചേർന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.